വെൽക്കം ടു ഡൈനാസ് കിച്ചൺ. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള പായസമാണ് ഉണ്ടാക്കണം. ഇത് സേമിയ പായസമാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന സേമിയ പായസത്തിനേക്കാളും ചെറിയൊരു ഫ്ലേവർ ഡിഫറൻസ് ഉള്ളൊരു പായസം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വന്നാൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസം. എന്നാൽ നോർമൽ സേമിയ പായസം അല്ല, ഇതിനേക്കാൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ വളരെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഭയങ്കര തിന്നാണ് ഈ സേമിയാണ് എടുക്കേണ്ടത്. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സേമിയ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 150 ഗ്രാമിൻ്റെ പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 കാഷ്യൂ നട്ട്സ് വെറുതെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഷുഗർ ഭയങ്കര പൊടിയായിട്ടുള്ള ഷുഗറാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ച് അധികം ചേർത്താലാണ് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇനി ഷുഗറിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു ഹാഫ് ടിൻ മിൽക്ക് മെയ്ഡ് വേണം. ഞാനിപ്പോൾ ഇത് ഈ ടിന്നിൻ്റെ ഒരു ഹാഫ് ടിൻ എടുക്കാം മിൽക്ക് മെയ്ഡ്. പിന്നെ ഒരു 1.5 ലിറ്റർ പാല് വേണം. പാല് 1.5 ലിറ്റർ. പിന്നെ നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് വേണം. നമുക്ക് ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്യണം, കാഷ്യൂ നട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാൻ ഏലക്കയുടെ പൊടിയല്ല ചേർക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏലക്ക ഇങ്ങനെ ചതച്ച് വെച്ചതാണ് ഞാൻ ചേർക്കണത്. പിന്നെ ഈ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരമൽ ഫ്ലേവേർഡ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പായസത്തിന് അതിൻ്റെതായ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ആ ഫ്ലേവറിൽ. പക്ഷെ ഉണ്ടാക്കാൻ വേഗം എളുപ്പമാണ്. ഒന്ന് നോർമൽ സേമിയ പായസത്തിനേക്കാളും ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പായസം റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. നോർമലി പായസം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നമ്മുടെ നെയ്യ് 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമുക്കിതിൽ ആദ്യം തന്നെ ഒന്ന് കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നെയ്യ് പിന്നെ വേറെ വേസ്റ്റ് ആവില്ല. അത് മാത്രമല്ല പിന്നെ പാനും കുറേ ഒന്നും വേണ്ട. നമുക്ക് ഒറ്റ പാത്രത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്ത് കോരിയിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് സേമിയ ഇട്ട് റോസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് കുറേ പാത്രങ്ങളും ക്ലീൻ ചെയ്യാനുണ്ടാവില്ല. വേഗം തന്നെ പായസം റെഡി ആവും. ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പമുള്ള പായസമാണ്. ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ഞാൻ കുറേ നാളായിട്ട് പുഡിങ്ങും സ്വീറ്റ്സും ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ട് നടക്കാറില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ളൊരു പായസം ഇടാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കാമെന്ന് ഓർത്താണ് ഈ വീഡിയോ. കുറേ നാളായിട്ട് എരിവുള്ള കറികളൊക്കെ അല്ലേ ഇടുന്നു. നമ്മുടെ വീഡിയോസിന് കുറച്ച് ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടും. നിങ്ങൾ ചാനൽ എപ്പോഴും വീഡിയോ കാണണം. ഞാനിപ്പോൾ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചൂടായ നെയ്യിലേക്ക് തന്നെ നമ്മുടെ സേമിയ എടുത്തിടാം. അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ചിലപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ പൊടിഞ്ഞു കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, സേമിയ ഇടുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് കരിഞ്ഞു പോകും. അങ്ങനെ ആവരുത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒടിഞ്ഞ് കിട്ടും. ഭയങ്കര തിന്നായിട്ടുള്ള സേമിയാണ്. അപ്പോൾ പായസത്തിലുണ്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള സേമിയ ഇടുന്ന വെച്ചാൽ കുറച്ച് വണ്ണാവുമല്ലോ ഇത് വേവണ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പായസം ഞാൻ ഉണ്ടാക്കുന്ന ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല, കുറച്ച് തിൻ കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ലിറ്റർ പാലെടുത്തിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ സേമിയ വെന്ത് വരുമ്പോൾ നമ്മൾ പായസം കുറച്ച് തിക്കായിപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ലൂസായിട്ട് കുടിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ലിറ്റർ പാലെടുക്കുക. ഇല്ല ഇനി കുറച്ചുകൂടി തിക്കായിട്ടാണ് കുടിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ പാലെടുക്കാൻ മതി. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങളുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ വേണോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ ഈ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പായസം വയ്ക്കാം. അപ്പോൾ ഞാൻ ആ സേമിയ ഉണ്ടല്ലോ നമ്മൾ ഗീയിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആ പാനിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനൊന്ന് കഴുകുക. നെയ്യ് മാറ്റണമെങ്കിൽ നമ്മൾ കാരമലൈസ് ചെയ്യണമുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. മാറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പാന് ലോ ഫ്ലെയിമിലാക്കുക. അതായത് നമ്മൾ സേമിയ ഇതാക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ സേമിയ റോസ്റ്റ് ചെയ്ത് അതേ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഷുഗർ കാരമലൈസ് ചെയ്താൽ കരിഞ്ഞു പോകും. പിന്നെ പതഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിനൊരു കരിഞ്ഞ ഒരു കയ്പ്പ് ചുവ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, സേമിയ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യുക, കാരമലും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അളവ് പറഞ്ഞ് 10 ടേബിൾ സ്പൂൺ ഷുഗർ ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതെ നമ്മുടെ ഷുഗർ ലൈറ്റ് ബ്രൗൺ കളറിൽ കാരമലൈസ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒട്ടും കരിഞ്ഞ് പോയിട്ട് ചെറിയ തീയിൽ ചെയ്യണം. ഈ സമയത്ത് തന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ നോർമലി കിട്ടണ പാല് തണുത്തതല്ലേ, അതുകൊണ്ടാണ് നമ്മളിത് ഒഴിച്ച സമയത്ത് കട്ടയായി പോയത്. തരം സംഭവമൊന്നുമില്ല. പാല് ചൂടാകുമ്പോൾ ആ കാരമലൈസ് ചെയ്ത ഷുഗർ അതുപോലെ തന്നെ മെൽറ്റ് ആയതിൻ്റെ കൂടെ ചേർന്നോളും. അപ്പോൾ നമ്മൾ 1.5 ലിറ്റർ പാലാണ് ചേർക്കണത്. അപ്പോൾ
ഇതാ 1.5 ലിറ്റർ പാലും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി പാല് തിളച്ചൊന്ന് കുറുകുമ്പോൾ ഈ പാല് ചൂടാവുന്നതനുസരിച്ചിട്ട് ഈ ഷുഗർ പിന്നെ മെൽറ്റ് ചെയ്ത് ഇതിലൂടെ ചേർന്നോളും. അതുപോലെ തന്നെ പാല് ചൂടായി ഒന്ന് കുറുകി വരികയും ചെയ്യും അതിൻ്റെ ഒപ്പം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഏലക്ക ചതച്ച് വെച്ചില്ലേ അത് ഈ പാലിൻ്റെ കൂടെ തന്നെ ഇടണം. അപ്പോൾ ഇതിൽ കൂടെ തന്നെ ഇടുന്ന ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ ഇനി പാലൊന്ന് തിളച്ചും വരണം. നമ്മുടെ ഐസ് ഉണ്ടല്ലോ, കാരമലൈസ് ചെയ്ത ഷുഗർ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൻ്റെ കൂടെ മെൽറ്റായി യോജിക്കുകയോ വേണം. ആ സമയം കൊണ്ട് തന്നെ പാലൊന്ന് കുറച്ച് വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയുള്ള നല്ല ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇനി നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ തന്നെ ഒരു ചുവടുകട്ടിയുള്ള പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം അതാണ്. അപ്പോൾ പാല് ഒന്നും അടിയിലൊന്നും പിടിക്കില്ല. നമുക്ക് സേഫ് ആണ്. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ വേറെ ജോലിക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം. അപ്പോഴേക്കും പാല് ചൂടായി തിളച്ച് വന്നോളും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു പാൽ ഒഴിച്ച സമയത്ത്. പാല് ചൂടായി വന്നിട്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് ചൂടാവുന്നതിനൊപ്പം തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ ക്രിസ്റ്റൽ ആയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിൻ്റെ കൂടെ മെൽറ്റ് ചെയ്തിട്ട് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ പാല് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പാലട പായസമൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, പിങ്ക് പാലടയൊക്കെ, അതിൻ്റെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് കാരമൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. 10 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തത്. ഇത്രയും ചേർത്താലും 1.5 ലിറ്റർ പാലിനുള്ള മധുരം എന്തായാലും ഉണ്ടാവില്ല. അപ്പം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് എന്തായാലും നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. പിന്നെ ഈ പാല് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യത്തിനൊന്നും പോകില്ല. തിളക്കണം വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം. കാരണം പാലടിയിൽ പിടിക്കും, കുറച്ചിങ്ങനെ കരിഞ്ഞൊരു ബ്രൗൺ കളർ പോലെയാവും. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കായിട്ട് പിന്നെയും കുറച്ചുകൂടി സേഫാണ്. നമ്മൾ വേറെ ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാത്ത സ്റ്റീൽ പാത്രത്തിലൊക്കെയാണ് ഈ പായസം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിച്ച് ചൊവ വന്നു പോകട്ടെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്കായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടിന്ന്. അപ്പോൾ നമ്മുടെ ഷുഗറിന് ബാക്കി പോരാത്ത മധുരം ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടിന്ന് എന്തായാലും മിൽക്ക് മെയ്ഡ് മതി, അതിൽ കൂടുതൽ വേണ്ട. ഭയങ്കര മിൽക്ക് മെയ്ഡിന് ഒരു കുത്ത് വരും. അപ്പോൾ ഇനി മധുരം പോരെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ച് കൊടുക്കാം. പാലൊന്ന് കുറച്ചുകൂടെ നമ്മളിങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒന്ന് വറ്റിക്കണം പാല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സേമിയ ഉണ്ടല്ലോ, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിന് മധുരം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഷുഗർ ഇത്തിരി കുറവാണെന്ന് തോന്നി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പായസം എന്ന് പറയുന്നത് ഭയങ്കര മധുരം ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഫീൽ ചെയ്യുന്ന ഒരു പായസമല്ല, ഒരു ബാലൻസ് ടേസ്റ്റുള്ള പായസമാണ്. അപ്പം നിങ്ങളുടെ മധുരം എത്ര വേണോ അതനുസരിച്ച് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നാട്ടിലെ പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇത്രയും പഞ്ചസാര ഇടേണ്ടി വരില്ല. എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന പഞ്ചസാര ഭയങ്കര തരി പോലെയുള്ളത്, അപ്പോൾ അതിന് മധുരം കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചസാരയൊക്കെ അനുസരിച്ച് നിങ്ങൾ മധുരത്തിനെ മാറ്റണം കേട്ടോ. അപ്പോൾ പാല് നമ്മളൊരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത റവ ഇതിട്ട് കൊടുക്കാം, വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ വേറൊരു റോസ്റ്റ് ചെയ്ത വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതിൽ കിടന്ന് വേവണ സമയത്തുണ്ടല്ലോ പാലൊന്ന് കുറുകും. എന്നിട്ട് നമുക്ക് പിന്നെ ഇപ്പം നമ്മളിങ്ങനെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് സേഫാണ്. പിന്നെ അടിയിലൊന്നും അങ്ങനെ പിടിക്കൂല. പാല് നന്നായിട്ടൊന്ന് കുറുകും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് കുറുകണം, നിങ്ങൾക്ക് അധികം പാല് വറ്റിക്കാനൊന്നും ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടാക്കുന്നതിന് മുമ്പ് കുറച്ച് പാലെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ കോൺഫ്ലവർ കുറച്ചൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴും പാല് നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോൾ ഇതിലിപ്പോൾ സേമിയ വെന്ത് വരുമ്പോഴേക്കും പാല് അത്യാവശ്യം കുറുകി വരും. അതിനുള്ള പാലേ ഉള്ളൂ. ഞാൻ ഒഴിച്ച പാല് കുറച്ച് വറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈമില്ല പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിലുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് കോൺഫ്ലവർ നമ്മൾ പാല് തിളപ്പിക്കാതെ കുറച്ച് പാല് മാറ്റിയിട്ട് അതിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ സേമിയ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയാണ്. സിമ്പിളാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. ഇപ്പോൾ സേമിയ പായസം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കഴിഞ്ഞിട്ട് ഇത് സെർവിങ് ഡിഷിലേക്ക് ഇതൊന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. സേമിയൊക്കെ ഇതിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ട്സ് ഇടാം. നമ്മുടെ പായസം റെഡി, പണി തീർന്നു. ഇപ്പോൾ പായസം ഒരുപാട് തിക്കും അല്ല, ഭയങ്കര ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങളുടെ പായസത്തിൻ്റെ ഷുഗറും പാലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം.
നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.